ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 7-ലെ ചാപ്റ്റർ 4 സിമ്പിൾ ഇക്വേഷൻസ് ആണ്. അതിലെ എക്സസൈസ് 4.3-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. എ ക്വസ്റ്റ്യൻ 2y + 5/2 = 37/2. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതിലെ വേരിയബിളായ വൈക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് സോൾവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് LHS = 2y + 5/2. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമുക്ക് ആദ്യം 5/2 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യണം. സോ 2y = 37/2 + 5/2 നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് -5/2 എന്നായിട്ട് മാറുന്നു. ഇനി ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് നമ്മൾ LCM ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് ന്യൂമറേറ്റേഴ്സ് സബ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. 37 - 5 / 2. 37 - 5 എന്ന് പറയുമ്പോൾ അത് 32 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 32 / 2. 32/2 എന്ന് പറയുന്നത് 16 ആണ്. ഇനി നമുക്ക് 2y = 16 എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്നും ഇനി നമുക്ക് വേരിയബിളായ വൈയുടെ ഒപ്പമുള്ള 2 എന്ന നമ്പറിനെയാണ് നമുക്ക് ഇനി ട്രാൻസ്പോസ് ചെയ്യേണ്ടത്. ഇത് 2 × y എന്നാണ്. അപ്പോൾ ഈ 2നെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറുന്നു? ഡിവിഷനായിട്ട് മാറുന്നു. അതായത് y = 16 / 2. അതായത് y = 8 is a solution to the equation 2y + 5/2 = 37/2. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 5t + 28 = 10. ഈ ഇക്വേഷനിൽ നമുക്ക് t എന്ന് പറയുന്ന വേരിയബിളിന് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുക. അതായത് 5t + 28 എന്നുള്ളതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 നമ്പേഴ്സാണ് വരുന്നത്. 5ഉം വരുന്നുണ്ട്, 28ഉം വരുന്നുണ്ട്. അപ്പോൾ 2 നമ്പേഴ്സിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യണം. അതിൽ ഏത് നമ്പറിനെയാണ് നമ്മൾ ആദ്യം ട്രാൻസ്പോസ് ചെയ്യുന്നത്? വേരിയബിളായിട്ടൊരു കണക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന നമ്പർ ഏതാണ്? ഇവിടെ 28 ആണ്. അപ്പോൾ നമ്മൾ 28നെയാണ് ആദ്യം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നത്. അതായത് 5t = 10, റൈറ്റ് ഹാൻഡ് സൈഡിൽ 10 അതേപോലെ തന്നെ എഴുതുന്നു. ഇവിടെ +28 ആണ്. നമ്മൾ ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് -28 എന്ന് മാറുന്നു. ഇനി 10 - 28 എന്ന് പറയുന്നത് -18 ആണെന്ന് അറിയാം. ഇനി 5t എന്ന് പറയുന്നത് എന്താണ്? 5 × t ആണ്. 5 × t = -18. ഇനി നമുക്ക് 5നെയാണ് ട്രാൻസ്പോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കാൽക്കുലേഷൻ മൾട്ടിപ്ലിക്കേഷനാണ്. നമ്മൾ ഈ 5നെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറുന്നു? ഡിവിഷനായിട്ട് മാറുന്നു. അപ്പോൾ t = -18 / 5 എന്ന് കിട്ടുന്നു. അതായത് t = -18/5 is a solution to the equation 5t + 28 = 10. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. a/5 + 3 = 2. ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമുക്ക് 3 എന്ന് പറയുന്ന നമ്പറിനെയും 5നെയും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് a എന്ന് പറയുന്ന വേരിയബിളിനെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതിൽ ഏത് നമ്പറിനെയാണ് നമ്മൾ ആദ്യം ട്രാൻസ്പോസ് ചെയ്യേണ്ടത്? വേരിയബിളായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ നിൽക്കുന്ന നമ്പർ ഏതാണ്? 3 ആണ്. അപ്പോൾ ആ 3യെയാണ് നമ്മൾ ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നത്. a/5 = 2. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി ഉള്ള നമ്പറാണ്. ഇത് നമ്മൾ ഈ +3 എന്ന് പറയുന്ന നമ്പറിനെയാണ് ട്രാൻസ്പോസ് ചെയ്യുന്നത്. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന പോലെ സൈൻ ചേഞ്ച് ആവും. അപ്പോൾ +3 എന്ന് പറയുന്നത് -3 ആയിട്ട് മാറും. ഇനി 2 - 3 എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. അപ്പോൾ നമുക്ക് a/5 = -1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനെ ട്രാൻസ്പോസ് ചെയ്യാം. ഇത് a/5 എന്ന് പറഞ്ഞാൽ a/5 എന്നാണ്. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറുന്നു. അതായത് a = -1 × 5. അതായത് a = -5 is a solution to the equation a/5 + 3 = 2.
ഇനി നമുക്ക് ഡി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. q/4 + 7 = 5. ഇതിൽ നമുക്ക് q എന്ന വേരിയബിളിനാണ് ഒരു വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 7 എന്ന് പറയുന്ന നമ്പറുണ്ട്, 4 എന്ന് പറയുന്ന നമ്പറുണ്ട്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഏത് നമ്പറാണ് ആദ്യം ട്രാൻസ്പോസ് ചെയ്യാൻ പറ്റുന്നത്? 7 ആണോ 4 ആണോ? ഇവിടെ 7 ആണ് വേരിയബിളായിട്ട് കണക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന നമ്പർ. അപ്പോൾ നമ്മൾ ആ +7നെയാണ് നമ്മൾ ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നത്. അതായത് q/4 = 5. ഈ +7നെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ +7 becomes -7 ആകും. അതായത് 5 - 7 എന്ന് കിട്ടും. ഇനി 5 - 7 എന്താണ്? -2 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് q/4 = -2. ഇനി ഇവിടെ /4 ആണ്. ഈ 4 എന്ന് പറയുന്ന നമ്പറിനെ മാത്രമേ നമുക്കിനി ട്രാൻസ്പോസ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഡിവിഷൻ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, അതായത് q/4 എന്ന് പറയുന്നത് q/4 ആണ്. അപ്പോൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അതായത് q = -2. ഇത് ഡിനോമിനേറ്ററിലുള്ള നമ്പർ ന്യൂമറേറ്ററിലേക്ക് പോകുന്നു. -2 × 4 അതായത് -8. q = -8 is a solution to the equation q/4 + 7 = 5. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 5/2x = -5. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 5 എന്ന് പറയുന്ന നമ്പറും ഉണ്ട്, 2 ഉണ്ട്. രണ്ട് നമ്പേഴ്സിനെ ട്രാൻസ്പോസ് ചെയ്താൽ മാത്രമേ ഇക്വേഷൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കേസിൽ നമുക്ക് 5 വേണമെങ്കിലും ആദ്യം ട്രാൻസ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ 2 വേണമെങ്കിലും ട്രാൻസ്പോസ് ചെയ്യാം. കുറച്ചുകൂടെ സൗകര്യം നമുക്ക് ഡിനോമിനേറ്ററിലെ നമ്പറിനെ ആദ്യം ട്രാൻസ്പോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ 2നെയാണ്, ഡിനോമിനേറ്ററിലെ നമ്പറായി 2നെയാണ് ഞാൻ ആദ്യം ട്രാൻസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ 5x = -5. ഇനി ഡിനോമിനേറ്ററിലുള്ള 2നെ ഞാൻ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. സോ -5 × 2 എന്നായിട്ട് മാറും. ഇത് 5/2 ആണ്. ഡിവിഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവുന്നു. അപ്പോൾ ഈ 2 നേരെ ന്യൂമറേറ്ററിലേക്ക്, റൈറ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്ററിലേക്ക് പോകുന്നു. സോ -5 × 2 എന്ന് കിട്ടുന്നു. -5 × 2 എന്ന് പറയുന്നത് -10 ആണ്. സോ 5x എന്ന് പറയുന്നത് 5 × x ആണ്, നമുക്കറിയാം. 5 × x = -10 ആണ്. ഇനി നമുക്ക് ഈ 5നെയാണ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യേണ്ടത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറുന്നു? ഡിവിഷനായിട്ട് മാറുന്നു. സോ x = -10/5 എന്ന് കിട്ടും. -10/5 എത്രയാണ്? -2 ആണ്. സോ x = -2 is a solution to the equation 5/2x = -5. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ F ആണ്. 5/2x = 25/4. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 5 എന്ന് പറയുന്ന നമ്പറും ഉണ്ട്, 2 എന്ന് പറയുന്ന നമ്പറും ഉണ്ട്. നമുക്ക് രണ്ട് നമ്പറിനെയും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം വേണമെങ്കിൽ 5നെ ട്രാൻസ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ 2നെ ട്രാൻസ്പോസ് ചെയ്യാം. നമുക്ക് എപ്പോഴും കൂടുതൽ സൗകര്യം ഡിനോമിനേറ്ററിലെ നമ്പറിനെ ആദ്യം ട്രാൻസ്പോസ് ചെയ്യുന്നതാണ്. സോ 5x = 25/4. ഈ 2 എന്ന് പറയുന്നത് ഇപ്പോൾ ഡിനോമിനേറ്ററിലാണ്, അതായത് /2 ആണ്. നമ്മളത് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലെ 2 റൈറ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്ററിലേക്ക് പോകും. അതായത് 25 × 2 എന്നായിട്ട് മാറും. ഇനി നമുക്കിവിടെ 2ഉം 4ഉം കൂടി ക്യാൻസൽ ചെയ്യാം. 2/2 എന്ന് പറയുന്നത് 1 ആണ്, 4/2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്കിത് 25/2 എന്ന് കിട്ടും. അതായത് 5x = 25/2 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ 5x എന്ന് പറയുന്നത് 5 × x ആണ്. സോ 5 × x = 25/2. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ഈ 5നെയാണ് നമ്മൾ ട്രാൻസ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറുന്നു. സോ x = 25/2. ഇപ്പോൾ ന്യൂമറേറ്ററിലുള്ള നമ്പർ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നേരെ അത് ഡിനോമിനേറ്ററിൽ വന്നു വീഴുന്നു. സോ 2 × 5 എന്നായിട്ട് മാറും. ഇനി നമുക്ക് 5ഉം 25ഉം കൂടി ക്യാൻസൽ ചെയ്യാം. 5/5 എന്ന് പറയുന്നത് 1 ആണ്, 25/5 എന്ന് പറയുന്നത് 5 ആണ്. സോ നമുക്ക് ആൻസർ 5/2 എന്ന് കിട്ടുന്നു. സോ x =
5/2 is a solution to the equation 5/2x is equal to 25/4. ഇനി നമുക്ക് ജി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 7m + 19/2 ഇസ് ഈക്വൽ ടു 30. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 19/2നെയും 7നെയും എല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്താൽ മാത്രമേ എമ്മിനൊരു ഈക്വേഷനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം +19/2 എന്ന് പറയുന്ന ഈ നമ്പറിനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നത്. അതായത് വേരിയബിളായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ നിൽക്കുന്ന നമ്പറാണ് 19/2. അപ്പോൾ ആ നമ്പറിനെയാണ് നമ്മൾ ആദ്യം ട്രാൻസ്പോസ് ചെയ്യുന്നത്. സോ 7m ഇസ് ഈക്വൽ ടു 30. ഇനി ഇവിടെ സൈൻ നോക്കുക, പ്ലസ് ആണ്. പ്ലസ്സിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ പ്ലസിൻ്റെ ഓപ്പോസിറ്റായ മൈനസ് ആയിട്ട് മാറുന്നത്. സോ ദിസ് ബിക്കം -19/2. ഇനി ഇവിടെ 13 ഡിനോമിനേറ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സൗകര്യത്തിനായി അത് 1 എന്ന് എടുക്കുന്നു. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അല്ലെങ്കിൽ LCM മെത്തേഡ് യൂസ് ചെയ്ത് നമുക്കിത് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അതായത് ആദ്യം നമ്മൾ 13 × 2 ചെയ്യുന്നു, ക്രോസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 13 × 2 ഇവിടെ നമ്മൾ ക്രോസ് ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 13 × 2. അതിനുശേഷം 19ഉം 1ഉം കൂടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, അത് അതേപോലെ ഇട്ട് കൊടുക്കുക. 19 × 1 എന്ന് പറയുന്നത് 19 തന്നെയാണ്, ഡിവൈഡഡ് ബൈ, ഇനി ഡിനോമിനേറ്ററിലുള്ള നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1 × 2. നൗ 13 × 2 എന്ന് പറയുന്നത് 26 ആണ്. 26 മൈനസ് 19 × 1 19 ആണ്, 19 ഡിവൈഡഡ് ബൈ 2. നൗ 26 മൈനസ് 19 എന്ന് പറയുന്നത് 7 ആണ്. സോ ദിസ് ബിക്കം 7/2. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 7m ഈസ് ഈക്വൽ ടു 7/2. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 7 എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അതായത് 7 × m ഈസ് ഈക്വൽ ടു 7/2. ഇനി നമ്മൾ ഈ 7നെയാണ് ട്രാൻസ്പോസ് ചെയ്യുന്നത്. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറുന്നു? ഡിവിഷനായിട്ട് മാറുന്നു. സോ m ഈസ് ഈക്വൽ ടു 7/2. ഇനി ഈ 7നെ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ 7നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ ഇത് ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. നമ്മൾ ഇതിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോഴേക്കും ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിനോമിനേറ്ററിലാണ് വന്ന് വീഴുന്നത്. സോ 7/2 × 7 എന്നായിട്ട് മാറും. ന്യൂമറേറ്ററിലുള്ള 7 ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിനോമിനേറ്ററിൽ വന്നു. ഇനി ഈ 7ഉം ന്യൂമറേറ്ററിലെ 7ഉം കൂടി നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കത് 1 ആയിട്ട് കിട്ടും. 7/7 1, ഹിയർ ഓൾസോ 7/7. ഇനി ഇവിടെ ഡിനോമിനേറ്റർ നമുക്കൊരു 2 എന്ന് പറയുന്ന നമ്പർ മാത്രമേ ഉള്ളൂ. സോ m ഇസ് ഈക്വൽ ടു 1/2. ദാറ്റ് ഈസ് m is equal to 1/2 is a solution to the equation 7m plus 19/2 equal to 30. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ H ഡിസ്കസ് ചെയ്യാം. 6z plus 10 is equal to -2. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 6ഉം ഉണ്ട് +10ഉം ഉണ്ട്. രണ്ട് നമ്പേഴ്സിനെയും നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് നമ്പറിനെയാണ് നമുക്ക് ആദ്യം ട്രാൻസ്പോസ് ചെയ്യാൻ പറ്റുന്നത്? വേരിയബിളായ ഇസഡ്, അതായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ നിൽക്കുന്ന നമ്പർ ഏതാണ്? ഇവിടെ 10 എന്ന് പറയുന്ന നമ്പറാണ് വേരിയബിളായിട്ട് കണക്ഷൻ ഇല്ലാതെ നിൽക്കുന്നത്. ആ നമ്പറിനെയാണ് നമ്മൾ ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നത്. സോ 6z is equal to -2 ഇവിടെ ഓൾറെഡി ഉണ്ട്. ആ 2ൻ്റെ സൈൻ നമ്മൾ മാറ്റാൻ പാടില്ല, കാരണം അത് റൈറ്റ് ഹാൻഡ് സൈഡിലൊരു നമ്പറാണ്. നമ്മൾ ആ നമ്പറിനെ ട്രാൻസ്പോസ് ചെയ്യുന്നില്ല. അപ്പോൾ 2ൻ്റെ സൈൻ നമ്മൾ മൈനസ് അതേപടി തന്നെ ഇട്ട് കൊടുക്കുന്നു. ഇനി +10 എന്ന് പറയുന്ന നമ്പറിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ +10ൻ്റെ സൈൻ മാറിയത് -10 ആയിട്ട് മാറുന്നു. ഇനി ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് നമ്പേഴ്സ് നെഗറ്റീവാണ്, 2 നെഗറ്റീവാണ്, 10ഉം നെഗറ്റീവാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? രണ്ട് നമ്പേഴ്സും കൂടി ആഡ് ചെയ്യും. അതായത് 2ഉം 10ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടുന്നു. എന്നിട്ട് രണ്ടിനും കോമൺ ആയിട്ടുള്ള സൈൻ ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ ഈ ആൻസറും -12 അല്ലെങ്കിൽ -12 എന്ന് കിട്ടും. ഇനി 6z എന്ന് പറയുന്നത് 6 × z ആണ്. 6 × z is equal to -12 ആണ്. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 6 എന്ന് പറയുന്ന നമ്പറിനെയാണ് ട്രാൻസ്പോസ് ചെയ്യുന്നത്. ഇവിടെ കാൽക്കുലേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറുന്നു എന്ന് നമുക്കറിയാം.
സോ ഇസഡ് ഇസ് ഈക്വൽ ടു -12. ഇവിടെയും -12ൻ്റെ സൈൻ മാറ്റരുത്, കാരണം നമ്മൾ ആ നമ്പറിനെ ട്രാൻസ്പോസ് ചെയ്യുന്നില്ല. 6 എന്ന് പറയുന്ന നമ്പറിനെ മാത്രമാണ് ട്രാൻസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവുന്നതുകൊണ്ട് അത് നേരെ ഡിനോമിനേറ്ററിലേക്ക് വരുന്നു. -12 ഡിവൈഡഡ് ബൈ 6 എന്ന് വരുന്നു. ഇനി 12/6 നമുക്ക് 2 ആണെന്ന് നമുക്കറിയാം. ഇനി നെഗറ്റീവ് ബൈ പോസിറ്റീവ് എന്ന് പറയുന്നത്, നെഗറ്റീവ് ഡിവൈഡഡ് ബൈ പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ ഇത് ഇസഡ് ഇസ് ഈക്വൽ, therefore z is equal to -2 is a solution to the equation 6z plus 10 is equal to -2. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ I ഡിസ്കസ് ചെയ്യാം. 3l ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 2/3. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3 എന്ന് പറയുന്ന നമ്പറുണ്ട്, 2 എന്ന് പറയുന്ന നമ്പറുണ്ട്. നമുക്ക് എപ്പോഴും സൗകര്യം ഡിനോമിനേറ്ററിലെ നമ്പറിനെ ആദ്യം ട്രാൻസ്പോസ് ചെയ്യുന്നതാണ്. സോ 3l ഈസ് ഈക്വൽ ടു 2/3 എന്നാവുന്നു. ഇനി ഡിനോമിനേറ്ററിൽ ഈ 2വിനെ ഞാൻ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ, ഇത് ഡിവൈഡഡ് ബൈ 2 ആണ്, നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവിഷൻ എന്തായിട്ട് മാറുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറുന്നു. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ഈ 2 നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നേരെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്ററിലേക്ക് വരുന്നു. സോ 2/3 ഇൻറ്റു 2 എന്നാവുന്നു. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറുന്നു. ഡിനോമിനേറ്ററിലുള്ള നമ്പർ ന്യൂമറേറ്ററിലേക്ക് വരുന്നു. ഇനി 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4 ആണ്. സോ ദിസ് ബിക്കം 4 ഡിവൈഡഡ് ബൈ 3. ദാറ്റ് ഈസ് 3 ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു 4/3 എന്ന് കിട്ടും. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3 എന്ന് പറയുന്ന നമ്പർ മാത്രമേ നമുക്ക് ട്രാൻസ്പോസ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറുന്നു. സോ എൽ ഇസ് ഈക്വൽ ടു 4/3. ഈ 3യെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലുള്ള നമ്പർ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിനോമിനേറ്ററിൽ വരുന്നു. അതായത് ഡിനോമിനേറ്ററിൽ 3 ഇൻറ്റു 3 എന്ന് കിട്ടും. ന്യൂമറേറ്ററിൽ നമുക്ക് 4 മാത്രമേ ഉള്ളൂ, ഡിനോമിനേറ്ററിൽ 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 9. സോ എൽ ഇസ് ഈക്വൽ ടു 4/9 ഈസ് എ സൊല്യൂഷൻ ടു ദ ഇക്വേഷൻ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാൻ പറ്റും. 3l ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 3l ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 2/3. നമ്മൾ ഈ ക്വസ്റ്റ്യനെ തന്നെ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അതായത് 3l ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 എന്ന് വരും. ഇനി ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ നമ്പേഴ്സ് നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ആണ്. 3യും 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ആകുന്നു. 9l ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 4 എന്ന് കിട്ടും. 9l എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു l ആണ്. ഇത് നമുക്ക് എൽ മാത്രം കണ്ടുപിടിക്കാനായിട്ട് ഈ 9 ഇൻറ്റു എന്ന് പറയുന്ന ഇതിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറുന്നു? ഡിവിഷനായിട്ട് മാറുന്നു. അതായത് 4 ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടും. സോ എൽ ഇസ് ഈക്വൽ ടു 4/9 ഈസ് എ സൊല്യൂഷൻ ടു ദ ഇക്വേഷൻ 3l/2 ഇസ് ഈക്വൽ ടു 2/3. അതായത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. എങ്ങനെ ചെയ്യുമ്പോഴും ആൻസർ എൽ ഇസ് ഈക്വൽ ടു 4/9 എന്ന് കിട്ടും. ഇനി ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2b/3 -5 ഈസ് ഈക്വൽ ടു 3. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്കൊരു 2/3 ഉണ്ട്, -5 ഉണ്ട്. അപ്പോൾ ഏത് നമ്പറിനെയാണ് നമുക്ക് ആദ്യം ട്രാൻസ്പോസ് ചെയ്യാൻ പറ്റുന്നത്? -5നെയാണ് നമ്മൾ ആദ്യം ട്രാൻസ്പോസ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഈ 5നാണ് വേരിയബിളായ ബി ആയിട്ട് ഒരു കണക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന നമ്പർ. അപ്പോൾ ആ നമ്പറിനെ വേണം നമ്മൾ ആദ്യം ട്രാൻസ്പോസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ -5 എന്ന് പറയുന്ന നമ്പറിനെയാണ് ആദ്യം ട്രാൻസ്പോസ് ചെയ്യുന്നത്. സോ 2b/3 ഈസ് ഈക്വൽ ടു 3. -5നെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് +5 ആയിട്ട് മാറും. സോ 3 + 5 ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടുന്നു. അതായത് 2b/3 ഈസ് ഈക്വൽ ടു നമുക്കിപ്പോൾ 8 എന്ന് കിട്ടി. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും നമുക്ക് 2നെയും 3നെയും ഏത് നമ്പറിനെ വേണമെങ്കിലും നമുക്ക് ആദ്യം ട്രാൻസ്പോസ് ചെയ്യാം. കുറച്ചുകൂടി എളുപ്പം ഡിനോമിനേറ്ററിലെ നമ്പറായി 3യെ ട്രാൻസ്പോസ് ചെയ്യുന്നതായിരിക്കും. സോ 2b ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്ററിലെ നമ്പർ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് റൈറ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്ററിലേക്ക് വരുന്നു. അതായത് 8 ഇൻറ്റു 3 എന്ന് കിട്ടും. 8 ഇൻറ്റു 3 എന്ന് പറയുന്നത് 24 ആണെന്ന് നമുക്കറിയാം. ഇനി 2b എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ബി ആണ്. 2 ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു 24. ഇനി നമ്മൾ 2നെയാണ് ട്രാൻസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആകുമ്പോൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അത് നേരെ ഡിനോമിനേറ്ററിലേക്ക് വരുന്നു. സോ ബി ഇസ് ഈക്വൽ ടു 24.
ഇൻറ്റു 2 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറുന്നു. 24 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 12 ആണ്. സോ ബി ഇസ് ഈക്വൽ ടു 12 ഈസ് എ സൊല്യൂഷൻ ടു ദ ഇക്വേഷൻ 2b by 3 minus 5 is equal to 3.